തിന്മയിൽ നിന്ന് ദൈവം സ്വതന്ത്രരാക്കുന്നവരിലൂടെ അവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ലയോ 14 പാപ്പ. ആഹ്വാനം ആഗോള ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 വത്തിക്കാന്റെ സാൻ ഡമാസോയിലെ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ സന്ദേശം നൽകവേ. ആഗോള ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 തിന്മയുടെ ആസക്തികളോട് പോരാടുന്ന എല്ലാവർക്കും ലയോ 14 പാപ്പ ആശംസകൾ നേർന്നു. ലഹരിയുടെ ഉപയോഗം ഒരുതരം അദൃശ്യ തടവറയാണെന്നും രക്ഷപ്പെടാൻ പ്രയാസമാണെങ്കിലും നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരുമാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. വത്തിക്കാന്റെ സാൻ ഡമാസോയിലെ അങ്കണത്തിൽ നടന്ന പരിപാടിയിലായിരുന്നു വിശ്വാസി സമൂഹത്തോടുള്ള പരിശുദ്ധ പിതാവിന്റെ ഓർമ്മപ്പെടുത്തൽ. ലഹരിയുടെ ദുരുപയോഗത്തിനും നിയമവിരുദ്ധ കടത്തലിനുമെതിരായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർ ലോകത്തിന് നൽകുന്നത് വലിയ സാക്ഷ്യമാണെന്നും അവരുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ആവശ്യമാണെന്നും പാപ്പ പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാമെന്ന് പറഞ്ഞ പാപ്പ ആസക്തിയുമായി മല്ലിടുന്ന എല്ലാവരും പ്രത്യാശ നിലനിർത്തണമെന്നും പങ്കുവച്ചു. ഈസ്റ്റർ രാത്രിയിൽ ഭയവും നിരാശയും നിറഞ്ഞവരായി മുറിയിൽ കതകടച്ചിരുന്ന ശിഷ്യന്മാർക്ക് യേശു സമാധാനം നൽകിയിരുന്നുവെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അവരെ വീണ്ടും കണ്ടെത്തിയത് യേശുവാണ്. അവൻ അവർക്ക് സമാധാനം നൽകി, ക്ഷമയോടെ അവരെ സ്വീകരിച്ചു, അവരുടെ മേൽ നിശ്വസിച്ചു. ദൈവത്തിന്റെ ശ്വാസമായ പരിശുദ്ധാത്മാവിനെ നൽകി എന്ന പരിശുദ്ധ പിതാവിന്റെ വാക്കുകൾ വലിയ പ്രത്യാശ പകരുന്നവയായിരുന്നു. ക്രിസ്തുവിന് മാത്രമേ ഹൃദയത്തിന്റെ അസ്വസ്ഥതയിൽ സമാധാനം പകരാൻ കഴിയുകയുള്ളൂ എന്ന് വിശുദ്ധ അഗസ്റ്റിൻ ഏറ്റുപറഞ്ഞതായി പാപ്പ അനുസ്മരിച്ചു. തിന്മയും അനീതിയും മറികടക്കാൻ ഒരുമിക്കാൻ പാപ്പ ആഹ്വാനം ചെയ്തു. ഓരോ വ്യക്തിയും സൃഷ്ടിക്കുകയും അറിയുകയും ചെയ്യുന്ന ദൈവം നമ്മളെക്കാൾ നമ്മോട് അടുത്തിരിക്കുന്നു എന്ന് പാപ്പ ഉറപ്പു നൽകി. അവിടുന്ന് നമ്മളെ ഒരുമിച്ചായിരിക്കാൻ സൃഷ്ടിച്ചുവെന്നും പാപ്പ പറഞ്ഞു. നമുക്ക് ചുറ്റുമുള്ള ആരെങ്കിലും പലതരം ആസക്തികളുടെ തടവിലായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് പോരാട്ടം ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. മയക്കുമരുന്നുകളും മറ്റ് ആസക്തികളും ഉപയോഗിച്ച് ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കുന്നവർക്കെതിരെയും പാപ്പ മുന്നറിയിപ്പ് നൽകി. നമ്മുടെ നഗരങ്ങളെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിൽ നിന്നല്ല പാർശ്വവൽക്കരണത്തിൽ നിന്നാണ് മോചിപ്പിക്കേണ്ടത് എന്നും തിന്മയിൽ നിന്ന് ദൈവം സ്വതന്ത്രരാക്കുന്നവരിലൂടെ അവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്യുന്നുവെന്നും പാപ്പ അനുസ്മരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.